Hello my dear students, we are continuing the second chapter, linear equation in one variable. In the last class we have seen some word problems. Today we are continuing that. We stopped in example 7 from textbook. Today in this video we are going to see an example question, that is question number 8 from NCERT textbook. So listen carefully and follow the steps, instruction what I have given in the last video, and the same thing I am continuing today. So the thing is, we have given these word problems. These are some kind of a puzzle. So we need to show some interest to solve the puzzle. Then it is very easy. ഇങ്ങനത്തെ പസിൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് സോൾവ് ചെയ്യാനായിട്ട് നമ്മളൊരു ശ്രമം നടത്തണം. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, ഇതിനെങ്ങനെയാണ് സോൾവ് ചെയ്യാന്നുള്ളത് നമ്മൾ ഒന്ന് ശ്രമിച്ചാൽ ഇറ്റ് ഈസ് വെരി ഈസി. നമ്മൾ ഓരോ ഇംഗ്ലീഷ് വേർഡിൻ്റെയും മീനിങ് നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ നമുക്ക് ഡിക്ഷണറി നോക്കാം, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ഇന്ന് വളരെ ഈസിയാണ്. വി കൻ സെർച്ച് ഇൻ ഗൂഗിൾ ഓൾസോ ദ മീനിങ് ഓഫ് ദ വേർഡ്സ്, ഓർ വി കൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇഫ് യു ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്. It is very important to understand the meaning of it. If once we understand the meaning, then it is very easy. The question today we have taken, first question is today's class. So a boy Bansi, he has 3 times as many 2 rupee coins as he has 5 rupees coins. If he has in all a sum of 77 rupees, how many coins each denomination does he have? So question നമ്മൾ ഒന്ന് മനസ്സിലായില്ലെങ്കിൽ we can read until we understand. ഒരു സമയത്ത് one time നമുക്ക് മനസ്സിലായില്ലെങ്കിൽ we can read it for many times until we'll get understanding of a question. So the question പറഞ്ഞിരിക്കുന്നത്, that's story says we can understand a boy, its name is Bansi, he has some coins, 2 rupee coins and 5 rupee coins. The question says that he has 3 times as many 2 rupee coins as he has 5 rupee coins. എന്നാണ് പറയുന്നത്. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ he has a 5 rupee coins, he has a 2 rupee coins also, but the 2 rupee coins is 3 times of 5 rupee coin. 5 rupee കോയിൻസിനേക്കാളും 2 rupees കോയിൻസ് 3 times കൂടുതലായിട്ടുണ്ട്. അതിൻ്റെ മീനിങ് പറഞ്ഞാൽ ഇവൻ്റെ കയ്യിലുള്ള 5 rupee കോയിൻസിൻ്റെ എണ്ണം കുറവാണ്, 2 rupees കോയിൻസിൻ്റെ എണ്ണം കൂടുതലാണ്. എത്ര കൂടുതൽ എന്ന് പറയുമ്പോൾ 5 rupeesനെ കമ്പയർ ചെയ്ത് പറയുമ്പോൾ 5 rupeesനെ ഉള്ള കോയിൻസിൻ്റെ എണ്ണത്തെക്കാളും 3 times കൂടുതലാണ്. 3 times എന്ന് പറയുമ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ, നമ്മൾ ടൈംസ് ടേബിൾ എന്നല്ല പറയുക. 1 times table, 2 times table, times എന്ന് പറഞ്ഞാൽ multiplication. So that is it. And if he has in all a sum of 77 എന്ന് പറഞ്ഞാൽ ഈ 5 rupees coins ഉണ്ട്, 2 rupees coins ഉണ്ട്. ഇത് രണ്ടിൻ്റെ നമ്മളത് എണ്ണി നോക്കിയാൽ മൊത്തം എത്ര രൂപയുണ്ട്, how much money he has is he has 77 rupees. So question is, how many coins in each denomination does he have? ഓരോ ഡിനോമിനേഷൻ, അതായത് 5 rupees ഒരു ഡിനോമിനേഷൻ എന്ന് പറഞ്ഞാൽ ഈ അമൗണ്ട്, അതായത് നമ്മുടെ കയ്യിലുള്ള രൂപയിൽ അമൗണ്ടിലുള്ള ഇപ്പോൾ 100 rupeesൻ്റെ ഒരു നോട്ടാണെങ്കിൽ 100 rupeesൻ്റെ നോട്ടിലുള്ള 100 എന്നാണ് അതിൻ്റെ ഡിനോമിനേഷൻ. ഒരു കറൻസി നോട്ടിലുള്ള അതിലുള്ള വാല്യൂ നമ്പർ എഴുതിയിട്ടുള്ള അതിൻ്റെ ഡിനോമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിനോമിനേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. സോ 5 rupee കോയിനിൽ 5 ആണ് അതിൻ്റെ ഡിനോമിനേഷൻ, 2 rupee കോയിനിൽ 2 ആണ് അതിൻ്റെ ഡിനോമിനേഷൻ. സോ ആ ഡിനോമിനേഷൻ ഓരോ 5 rupee കോയിൻസ് എത്ര എണ്ണം ഉണ്ട്, 2 rupees കോയിൻസ് എത്ര എണ്ണം ഉണ്ട്, അതാണ് നമ്മുടെ ആൻസറായി നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിലേതാണ് ചെറുത് എന്ന് പറഞ്ഞാൽ നമ്പർ ഇതിലാണ് കുറവ്, 5 rupeesനാണ് എണ്ണം കുറവ്, 2 rupeesൻ്റെ കൂടുതൽ എണ്ണം ഉണ്ട്, നമ്പർ ഓഫ് കോയിൻസ്. അപ്പോൾ കുറവുള്ളത് നമ്മളെപ്പോഴും വി കീപ് ഇറ്റ് ആസ് എക്സ്, ആസ് ഇൻ പ്രീവിയസ് ക്ലാസ് നമ്മൾ സംസാരിച്ചതുപോലെ. സോ ലെറ്റ് ദ നമ്പർ ഓഫ് 5 rupees കോയിൻസ് ഈസ് ഈക്വൽ ടു എക്സ് നമ്മൾ എടുക്കാം. സോ അതിൻ്റെ എണ്ണം
അങ്ങനെയാണെങ്കിൽ 2 rupees കോയിൻസ് എത്രയുണ്ടാവും? 5 rupeesനേക്കാളും 3 times കൂടുതലാണ്. അപ്പോൾ 3 into x എന്നാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ടോട്ടൽ എമൗണ്ട് ബാൻസിയുടെ കയ്യിൽ എത്ര ഉണ്ടാവും നോക്കുകയാണെങ്കിൽ ഫ്രം 5 rupee കോയിൻസിൽ എത്ര ഉണ്ടാവും? ഇപ്പോൾ 5 rupees കോയിൻസ് ഇൻറ്റു നമ്പർ ഓഫ് 5 rupees. അപ്പോൾ അവൻ്റെ കയ്യിലുള്ള എമൗണ്ട് നമുക്ക് അതിന് പറയാം ₹5 into x. 5x മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 5x എന്ന് നമുക്ക് എടുക്കാം. അതേപോലെ 2 rupees കോയിൻസ് എത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞാൽ 3 times x ആണ്. സോ ഇത് 2 3s are 6. 2 3s are 6x. ഇനിയാണ് നമ്മൾ 5 into x 5x എന്ന് എഴുതണം. 2 into 3x 2 3s are 6x. അപ്പോൾ ഇത്രയും രൂപ ഉണ്ടാവും. 5 rupeesന് ജസ്റ്റ് നമ്മളൊരു അൽജിബ്രായിക് എക്സ്പ്രഷനാണ് എടുത്തേക്കുന്നത്. ഇത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5 rupeesൻ്റെ കോയിൻസ് 5 എണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ ഈ എമൗണ്ട് എത്രയായിരിക്കും? 5 into 5 25 ആയിരിക്കും. അതേപോലെ 6 into 5 ഈ കോയിൻസ് എത്ര കോയിൻസിന് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തേക്കുന്നത് 5 എന്നാണ്. 5 കോയിൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് 30 ആയിരിക്കും. ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ 7 കോയിൻസ് ആണെന്ന് വിചാരിക്കാം. 7 ആണെങ്കിൽ 7 കോയിൻസ് ഉണ്ട് 5 rupeesൻ്റെ കോയിൻസ്. 7 5s are 35. 6 into 7 42. അപ്പോൾ നമുക്കിത് ആഡ് ചെയ്യുമ്പോൾ 7 നമുക്ക് 77 കിട്ടുന്നുണ്ട്. റൈറ്റ്, ഞാനൊരു ഗസ് ചെയ്തതാണ് വാല്യൂ. നമുക്ക് അൽജിബ്രായിക്ക് എങ്ങനെയാണ് ആൻസറിലോട്ട് എത്താമെന്ന് നമ്മൾ നോക്കാം. സോ ഇത് രണ്ടും നമുക്ക് ആഡ് ചെയ്താൽ ടോട്ടൽ മണി അവൻ്റെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ ഈ 5 rupeesൻ്റെ മണിയും 6 rupeesൻ്റെ 5 + 6 11x എന്നാണ് നമുക്ക് കിട്ടുന്നത്. ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇറ്റ് ഈസ് ഗിവൻ ദാറ്റ് ദ സം എത്രയായിരിക്കണം? 77. അതായത് എല്ലാം പൈസ നമ്മൾ കൂട്ടി നോക്കുമ്പോൾ 77 രൂപ വേണം എന്നാണ് പറയുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻ പ്രകാരം എഴുതാം. ദെയർഫോർ ഈ 11x എന്ന് പറഞ്ഞ ടോട്ടൽ മണിയാണ്. അപ്പോൾ 11xൻ്റെ വാല്യൂ 77ൻ്റെ വാല്യൂ ഈക്വൽ എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പോൾ 11x is equal to 77 എന്നാണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടാൻ 77 ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? ഡിവിഷനായിട്ട് മാറും. സോ x is equal to 7. നമ്മൾ ഗസ് ചെയ്ത 7 തന്നെയാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ എക്സ് വാല്യൂ 7. പിന്നെ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി ഈച്ച് ഡിനോമിനേഷൻ ഈച്ച് വൺ കോയിൻസ് ഉണ്ട്. ഇപ്പോൾ സോ ഹി ഹാസ് നമുക്ക് പറയാം ഹി ഹാസ് 7 5 rupees coin. 7 5 rupee coin and 3 into 7 3 7s are 21 and 21 2 rupee coins. That's all. It's an answer of this question. Let us see another problem. We are going to see that question number 9 that says that the sum of the three consecutive multiples of 11 is 363. Find these multiples. 11ൻ്റെ 3 consecutive multiplesൻ്റെ സം എന്ന് വെച്ചാൽ ആഡ് ചെയ്യേണ്ടത് അല്ലേ? 3 consecutive multiples 11ൻ്റെ 3 consecutive multiples ആഡ് ചെയ്ത് കിട്ടുന്ന നമ്പർ 363. അങ്ങനെയാണെങ്കിൽ if it is like that find 3 multiples. ആ 3 നമ്പേഴ്സും കണ്ടുപിടിക്കാമെന്നാണ് ക്വസ്റ്റ്യന് പറയുന്നത്. മൾട്ടിപ്പിൾസ് ഓഫ് 11. അപ്പോൾ നമുക്കതൊന്ന് മനസ്സിലാക്കി എടുക്കാം. സാധാരണ നമുക്കറിയാമല്ലോ മൾട്ടിപ്പിൾസ് 11ൻ്റെ ടേബിളാണ്. സോ 11 അടുത്തത് നമ്പർ 22 ആയിരിക്കും. അതിൻ്റെ അടുത്ത് നമ്പർ 33 പിന്നെ 44 പിന്നെ 55 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും 11ൻ്റെ മൾട്ടിപ്പിൾസ്. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു 3 മൾട്ടിപ്പിൾ എടുക്കാം. അപ്പോൾ ഈ ആദ്യത്തെ 3 നമ്പറല്ല ഉദ്ദേശിച്ചത്. ഈ ദ സം ഓഫ് 3 multiples of 11 ഏതെങ്കിലും ഒരു 3 നമ്പേഴ്സാണ് പറയുന്നത്. അപ്പോൾ അറിയാത്തവരുണ്ട്. ആ നമ്പർ നമ്മൾ എക്സ് എന്ന് എടുക്കാം. അപ്പോൾ അതിൻ്റെ മുമ്പത്തെ നമ്പർ x-1 ആയിരിക്കും. അതിന് ശേഷമുള്ള നമ്പർ എക്സ് -11. ഇതിൻ്റെ അടുത്ത നമ്പർ എന്തായിരിക്കും നമുക്ക് പറയാം. മനസ്സിലായില്ലെങ്കിൽ ഒരിക്കൽ കൂടെ പറയാം. നമ്മുടെ എക്സ് 3 unknown values of x values of 11 ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോ നമ്പേഴ്സിനും നമ്മൾ നോക്കി കഴിഞ്ഞാൽ 11ൻ്റെ കൂടെ 11 ആഡ് ചെയ്താൽ 22 കിട്ടുന്നത്. 22യുടെ കൂടെ 11 ആഡ് ചെയ്യുമ്പോൾ 33. വീണ്ടും 33യുടെ കൂടെ 11 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 44 കിട്ടുന്നത്. സോ ഇൻ ദിസ് വേ
if you think x is a number multiple of 11 എന്ന് വിചാരിക്കുക. ഇതിൽ ഈ ഒരു രീതി വരുന്ന ഈ ടേബിളിൽ വരുന്ന നമ്പറാണ് എക്സ് എന്ന് വിചാരിക്കുക. അങ്ങനെ വിചാരിച്ചാൽ വാട്ട് വിൽ ബി ദ നെക്സ്റ്റ് നമ്പർ? ഇപ്പോൾ എല്ലാ നമ്പറിനേക്കാളും 11 ആഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അടുത്ത നമ്പർ 11 പ്ലസ് എക്സ് പ്ലസ് 11 ആയിരിക്കും. വാട്ട് വിൽ ബി ദ നെക്സ്റ്റ് നമ്പർ? ഇത് എക്സ് പ്ലസ് വീണ്ടും ഒരു 11 കൂടി ആഡ് ചെയ്താൽ എത്രയാവും? 11 കൂടെ 11 ആഡ് ചെയ്താൽ 22. സോ അടുത്ത നമ്പർ എക്സ് പ്ലസ് 22 എന്ന രീതിക്കായിരിക്കും. നമ്മളങ്ങനെ വിചാരിച്ച് എടുക്കുകയാണ്. കാരണം ആ 3 നമ്പർ നമുക്ക് അറിയില്ലല്ലോ, അതുകൊണ്ട്. സോ ഇനി നമുക്ക് കൺസിക്യൂട്ടീവ് എന്ന മീനിങ് മനസ്സിലാക്കാം. കൺസിക്യൂട്ടീവ് എന്ന് വെച്ചാൽ തൊട്ടടുത്ത 3 നമ്പേഴ്സാണ്. സോ 11ൻ്റെ തൊട്ടടുത്ത നമ്പർ 22, 3. ഈ 3 നമ്പേഴ്സും കൺസിക്യൂട്ടീവ് ആണ്. ഇനി 22, 33, 44 എടുക്കുകയാണെങ്കിൽ ഈ 3 നമ്പേഴ്സും കൺസിക്യൂട്ടീവ്. ഇതേപോലെ 11ൻ്റെ അതായത് അടുത്തടുത്തുള്ള 11 സ്കിപ്പ് ചെയ്യാതെ അടുത്തടുത്തുള്ള മൾട്ടിപ്പിൾസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ എക്സ് ഒരു നമ്പർ, അതിൻ്റെ തൊട്ടടുത്തുള്ള എക്സ് പ്ലസ് 11, തൊട്ടടുത്തുള്ളത് എക്സ് പ്ലസ് 22. ഈ 3 നമ്പേഴ്സായിട്ട് നമ്മൾ വിചാരിക്കണം. സോ നമുക്ക് ലെറ്റ് എക്സ് ബി എ മൾട്ടിപ്പിൾ ഓഫ് 11. Therefore നമുക്ക് പറയാം എക്സ് പ്ലസ് 11 is the next multiple and നമുക്ക് വീണ്ടും പറയാം and x plus 22 is next to that. ഇപ്പോൾ എക്സ് പ്ലസ് 22 എന്ന് പറയുന്നത് അതിന് തൊട്ടടുത്തുള്ള നമ്പർ ആയിരിക്കും നമ്മൾ വിചാരിക്കുക. ഇത് സം ഓഫ് 3 നമ്പേഴ്സ് 363 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏതിൻ്റെയൊക്കെ സമ്മ്? എക്സ് പ്ലസ് 11 പ്ലസ് എക്സ് പ്ലസ് 22. ഇത് 3ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 363. ക്വസ്റ്റ്യനിൽ അങ്ങനെയാണ് പറയുന്നത്. നമുക്ക് ഈ ബ്രാക്കറ്റ് ഒന്ന് ഒഴിവാക്കി കൊടുക്കുക. നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തത്. സോ വി യൂസ് ദ ബ്രാക്കറ്റ് ദെയർ. ദെൻ നൗ വി ക്യാൻ റിമൂവ് ദ ബ്രാക്കറ്റ്. സോ വി ക്യാൻ റൈറ്റ് എക്സ് പ്ലസ് 11 പ്ലസ് എക്സ് പ്ലസ് 22 is equal to 363. So now we can add x values 1x, 2x and here 3x. Total how many x is there? 3 x's are there. So we can write 3x plus 11 plus 22 is 33. is equal to 363 നമുക്ക് കിട്ടി. Now we can send this 33 that side. 3x is equal to 363 minus 33 we get. Now we can subtract. So we get 3x is equal to 330 when we subtract. Then now we can write as x is equal to, ഇത് ഇങ്ങോട്ട് വരുമ്പോൾ this becomes as 3 becomes multiplication. When it goes that side becomes as division. So 330 divided by 3. So when we divide by 3 we get 110. Easy number, right? So 33, 3 goes in 33 11 times. So we can write 310. 110. 110 is the x value. So what will be the next one? We can add it to 11 to that. So when you add 11 to 110 it becomes as 121. Again we add to that. So we get 132. So we can write that value. So therefore the 3 multiples are 110, then 121, then 132. So this is our answer. Let us see another problem. So let us see that this question example 10, the question says the difference between two whole numbers is 66. Two numbers, difference of two whole numbers 66. The ratio of the two numbers is 2:5. Then we have to find what are the two numbers. Question നമുക്കൊന്ന് മനസ്സിലാക്കാം. Question പറയുന്നത്, if you didn't understand just read it again. The difference of two whole numbers is 66. രണ്ട് നമ്പേഴ്സ് ഒരു നമ്പറിന് ഒരു നമ്പർ സബ്ട്രാക്ട്. ഡിഫറൻസ് മീൻസ് സബ്ട്രാക്ഷൻ.
ഓക്കെ, ഒരു നമ്പറിൽ നിന്ന് മറ്റൊരു നമ്പർ നമ്മൾ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ സബ്ട്രാക്ട് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ദറ്റ് ഈസ് സബ്ട്രാക്റ്റഡ് വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു 66. ദ റേഷ്യോ ഓഫ് ടു നമ്പേഴ്സ് ഇസ് 2:5. ആ രണ്ട് നമ്പേഴ്സിൻ്റെയും റേഷ്യോ 2:5 എന്നാണ്. അപ്പോൾ നമ്പേഴ്സ് നമുക്ക് എങ്ങനെ എടുക്കാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എനിവേ വി ക്യാൻ റീകോൾ ദാറ്റ്. ഓക്കെ, so that let the two numbers be, let the two numbers are, we can say 2x and 5x. എന്തുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത്? 2x and 5x. പഠിച്ചിട്ടുണ്ട്. If you are having a ratio, we can take the ratio we can convert as number. We can write as 2x and 5x. അങ്ങനെ എഴുതിയാൽ നമുക്ക് ആ നമ്പറായിട്ട് കൺവേർട്ട് ആവും. അതെങ്ങനെ കൺവേർട്ട് ആവുന്നത് നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും. റേഷ്യോ ക്യാൻ വി ക്യാൻ റൈറ്റ് ആസ് റേഷ്യോ ഓൾസോ വി ക്യാൻ റൈറ്റ് ഇൻ ദിസ് ഫോർമാറ്റ് 2/5. 2:5 ഓൾസോ വി ക്യാൻ റൈറ്റ് ആസ് 2/5. 2/5 അത് നമുക്ക് അറിഞ്ഞ കാര്യമാണ്. എനിവേ ഇഫ് യു ഫോർഗോട്ട് നോ പ്രോബ്ലം, ജസ്റ്റ് വി ആർ റീകോളിംഗ്. ദെൻ വി ക്യാൻ റൈറ്റ് ആസ് this one. This is also same number, we can write as 2x/5x. Number also we can write in ratio format. So these two are equal. When you cut this x, we are getting that same thing, right? We are getting 2/5 on both sides. So if you are writing adding or 2x, like 2x and 5x, ഒരു ചേഞ്ചസും വരുന്നില്ല. We are just taking that as അവിടെ ഒരു കോമൺ നമ്പർ ഉണ്ടാവും. ആ കോമൺ നമ്പറാണ് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് 2:5 എന്ന രീതിക്ക് നമ്മൾ എടുക്കുന്നത്. ഇനിയും നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്കിങ്ങനെ വിചാരിക്കാം. ഇഫ് ഇറ്റ് ഇസ് സോ വി ക്യാൻ ടേക്ക് 6/15. ഇതിൻ്റെ റേഷ്യോ ഫോർമാറ്റിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? സിംപ്ലിഫൈ ചെയ്യണം. സോ വി ക്യാൻ റൈറ്റ് ദിസ് 2/3 ആൻഡ് വി ക്യാൻ റൈറ്റ് ദിസ് 5/3. ഈ കോമൺ നമ്പർ ക്യാൻസൽ ചെയ്താൽ 2/5. റേഷ്യോ നമ്പർ 2:5 ഉണ്ടോ? ഇപ്പോൾ 2:5 എന്നുള്ളത് ഇത് നമ്പർ ഫോർമാറ്റിൽ എഴുതിയാൽ നമ്മൾ ഇഫ് യു ആർ ടേക്കിംഗ് 3 ഹിയർ വി ക്യാൻ ഗെറ്റ് 16/15 എന്ന് കിട്ടും. 3 അല്ല, ഇവിടെ ഏതൊരു കോമൺ നമ്പർ ആയിട്ട് അതിന് പകരം നമ്മൾ എന്ത് വിചാരിക്കുന്നത് ഇവിടെ എക്സ് എന്ന് എടുത്തിരിക്കുന്നത്. ഞാനൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഇത് പറഞ്ഞതാണ്. സോ വി ക്യാൻ ടേക്ക് ദാറ്റ്. ഇതിൽ ഏതായിരിക്കും വലിയ നമ്പർ? ഓഫ് കോഴ്സ് 5x ഇസ് ദ ഗ്രേറ്റർ ദാൻ 2x. സോ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രേറ്റർ നമ്പർ മൈനസ് സ്മോളർ നമ്പർ എന്നാണ് എടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിഫറൻസ് ഈക്വൽ ടു 66 എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് പറഞ്ഞാൽ തന്നെ നമ്മൾ മൈനസ് ഇട്ട്, സം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലസ് ഇടും. ഓക്കെ, സോ വെൻ യു സബ്ട്രാക്ട് 5x എന്ന് 2x പോയാൽ imagine that we are having 5 apples and we are removing 2 apples means remaining 3 apples. Same way we can take it as, so we can take 5x minus 2x, we have 3x is equal to 66, x is equal to 66. ഈ 3 ഇങ്ങോട്ട് വന്ന ഡിവിഷൻ ആയിട്ട് മാറും. So when we divide 3 times we get 22. 66 divided by 3 we get 22. So 22, that is the x value. Then we can find the numbers. What are the numbers? So 22 into 2, 44. Same way 22 into 5 is 110. Okay, so we can write therefore the two numbers are we can write just find 2 into 22, that is equal to 44. Then 5 into 22, that 5 into 22, that is equal to 110. The two numbers are 44 and 110. Let us see one more problem. Next question, we are going to see question number 11. I'm going to explain this question. Not going to write a complete answer. മുഴുവൻ ആൻസർ ഞാൻ എഴുതാൻ പോകുന്നില്ല, എങ്ങനെ ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. This question is example 11. It's from the page number 27. So you can copy that how to write it from the textbook. I'm just explain നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് പഠിക്കാം. So the question says that there is a person, Devashi, has a total rupees. She has a 590 rupees. So as a currency notes in the denominations of 50 rupees, 20 and 10. ദേവശിയുടെ കയ്യിൽ 590 രൂപയുണ്ട്. ദാറ്റ് ഈസ് 590 rupees she has. And അതിൽ
she has some 50 rupees notes, and she has 20 rupees notes, and she has 10 rupees notes. Okay. So we have to then the question given that the ratio of the number of 50 rupees notes and 20 rupees note is 3:5. 50 rupees note indium 20 rupees notes indium ratio that is 3:5. So then she has the total number of 25 notes. Number of currency notes, she has 25 notes, 25 total ആയിട്ട് 50 റുപ്പീസിൻ്റെയും 20 റുപ്പീസിൻ്റെയും 10 റുപ്പീസ് നമുക്ക് കൗണ്ട് ചെയ്താൽ 25 കറൻസി നോട്ട്സ് ഷീ ഹാസ്. ഹൗ മെനി നോട്ട്സ് ഓഫ് ഈച്ച് ഡിനോമിനേറ്റർ ഷീ ഹാസ്? നമ്മളോട് ചോദിച്ചേക്കുന്ന ചോദ്യം എന്താണ്? 50 റുപ്പീസിൽ എത്ര നോട്ടുണ്ട്, 10 റുപ്പീസിൽ എത്ര നോട്ടുണ്ട്, 20 റുപ്പീസിൽ എത്ര നോട്ടുണ്ട് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നമുക്ക് വി ക്യാൻ റൈറ്റ് ദാറ്റ്. ഓക്കെ, so which is less very less in this one? ഏതാണ് ചെറുത് നോക്കുകയാണെങ്കിൽ 50 ആണോ 20 ആണോ നോക്കുകയാണെങ്കിൽ 50 ആണ് ചെറുത്. സോ നമുക്ക് 50യുടെ നോട്ട്സ് എടുക്കാം. ആൻഡ് ഹിയർ ഐ ഹാവ് എ റേഷ്യോ ദാറ്റ് വി ക്യാൻ കൺവേർട്ട് ഫസ്റ്റ്. സോ ലെറ്റ് ദ നമ്പർ ഓഫ് 50 rupee note and 20 rupee notes are we can take it as 3x and 5x അങ്ങനെ എടുക്കാം. Okay, 3x and 5x. So the total number of notes തന്നിട്ടുണ്ട്, എത്ര ടോട്ടൽ ഉണ്ടെന്ന്. So the total number of notes given, total number of notes given, that is equal to 25. മൊത്തം 25 നോട്ടുണ്ട്. സോ ഇപ്പോൾ 3x ആണ് അതിൻ്റെ കൗണ്ടായിട്ട് നമ്മൾ എടുക്കുന്നത്. 5x വന്നിട്ട് 20 റുപ്പീസ് നോട്ടിൻ്റെ കൗണ്ട്. ഇത് ഈ എക്സ് ഇടുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞിരുന്നു അല്ലേ. എക്സ് ഇടുമ്പോൾ നമ്പർ ഓഫ് 3:5 എന്നുള്ളത് നമ്മൾ എക്സും കൂടി ചേർക്കുമ്പോൾ എന്താവുന്ന നമ്പറായി മാറുന്നു. അതിൻ്റെ എക്സ്പ്ലനേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞതാണ് എങ്ങനെ നമ്പറായിട്ട് മാറണമെന്ന്. അപ്പോൾ 3x എന്ന് പറയുന്നത് 50 റുപ്പീസ് നോട്ടിൻ്റെ കൗണ്ടാണ്, 5x എന്ന് പറയുന്നത് 20 റുപ്പീസ് നോട്ടിൻ്റെ കൗണ്ടാണ്. ഇനി ടോട്ടൽ നമ്പർ ഓഫ് നോട്ട്സിൻ്റെ കൗണ്ട് എത്രയാണ്? 25. അപ്പോൾ 3x എന്ന് പറയുന്നത് 50 റുപ്പീസിൻ്റെയും 5x എന്ന് പറയുന്നത് 20 റുപ്പീസിൻ്റെയും നോട്ട് കൗണ്ടാണ്. അപ്പോൾ മൊത്തം 25 ഉണ്ട്. ബാക്കിയുള്ളതൊക്കെ 10 റുപ്പീസാണ് റിമൈനിങ്. അപ്പോൾ നമ്മൾ ഈ റിമൈനിങ് എങ്ങനെ കണ്ടുപിടിക്കുക? അപ്പോൾ 25 ഇത് രണ്ടും നമ്മൾ റിമൂവ് ചെയ്ത് ഇത് രണ്ടും നമ്മൾ മൈനസ് ചെയ്താൽ നമുക്ക് 10 റുപ്പീസിൻ്റെ നോട്ട്സ് കിട്ടും. സോ ദെയർഫോർ നമ്പർ ഓഫ് 10 rupee, so we can say 10 rupee notes, that is equal to 25. ഇത് രണ്ടും ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്താൽ മതി. 25 ഏതൊക്കെ ആഡ് ചെയ്യണം? 3x പ്ലസ് 5x. 5x എന്ന് പറഞ്ഞാൽ എന്താണ്? 20 റുപ്പീസ് നോട്ട്സ്. സോ ഇത് രണ്ടും ആഡ് ചെയ്യുക. സോ 25 മൈനസ് 8x നമുക്ക് കിട്ടുന്നത്. നമുക്ക് ബ്രാക്കറ്റ് ഒഴിവാക്കി എഴുതാം. സോ 25 മൈനസ് 8x എന്ന് പറയുന്നത് 10 റുപ്പി നോട്ടിൻ്റെ എണ്ണമാണ്. ഓക്കെ, സോ ലെറ്റസ് നൗ എന്ത് ചെയ്യാം? ഓരോ നോട്ട് ഇപ്പോൾ 50 റുപ്പീസ് നോട്ടിൻ്റെ അതെത്ര എമൗണ്ട് ഉണ്ട്, 20 റുപ്പീസ് നോട്ടിൽ അതിൽ എത്ര എമൗണ്ട് ഉണ്ടാവും, ഇനി 10 റുപ്പി നോട്ടിൽ എത്ര എമൗണ്ട് ഉണ്ടാവും, അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു 10 റുപ്പീസിൻ്റെ നോട്ട് 14 ഉണ്ട് വയ്ക്കുക. അപ്പോൾ ടോട്ടൽ എമൗണ്ട് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? 14 ഇൻറ്റു എത്ര റുപ്പീസാണ്? 10 റുപ്പീസ്. അപ്പോൾ നമ്മൾ 140 എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അതേപോലെ 50 റുപ്പീസിൻ്റെ നോട്ട് നിങ്ങളുടെ അടുത്ത് 3 നോട്ട്സ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 50 റുപ്പീസിൻ്റെ. അപ്പോൾ 50 ഇൻറ്റു 3 നമ്മൾ പറയും 150 എന്ന് പറയും. അതേപോലെ നമ്മൾ നോട്ട് കൗണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് 600 റുപ്പീസിൻ്റെ നോട്ട് ഉണ്ടെങ്കിൽ നമ്മൾ പറയും 600. അപ്പോൾ എങ്ങനെ നമ്മൾ അമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന? നമ്പർ ഓഫ് നോട്ട്സ് ഇൻറ്റു ഡിനോമിനേഷൻ അല്ലേ. 100 എന്ന ഡിനോമിനേഷൻ 100 രൂപ ആണെങ്കിൽ 6 ഇൻറ്റു 100 എന്ന് പറയും. 14 നമ്പർ ഓഫ് നോട്ട്സ് ഓഫ് 10 റുപ്പീസിന് 10 റുപ്പീസിൻ്റെ 14 നോട്ട് ഉണ്ട്. നമ്മൾ 14 നോട്ട്സ് ഉണ്ടെങ്കിൽ 14 ഇൻറ്റു 10 we say it 140. Same way we are going to calculate for each one.
So amount we are going to calculate. Amount from first one, we are going to calculate the amount from 50 rupees note. ₹50 note. From 50 note we are going to calculate. So 50 rupees into 50 rupees note at 3x. So 50 into 3x, that is equal to, when you multiply we get 5 into 3, 150x. Next, from 20 rupee note, rupees 20 into 5x is equal to 10 rupees 100x. And then okay, 20 into 5 100, so we get total rupees 100x. Again 5x another, so we have taken number of 20 rupees note as 5x, so 5x into 20, so for 20 into 5 100x. So next one, from 10 rupee note. So 10 rupee note, how many 10 rupees notes are there? Here we have found 25 minus x, 8x nana 10 rupees. 25 minus 8x. So നമ്മൾ എങ്ങനെ എടുക്കേണ്ടത് നമുക്ക് നോക്കാം. So we are having one lesson algebra expression. ഇനിയുള്ള ക്ലാസ്സുകളിൽ ആ ലെസൺ നമ്മൾ പഠിക്കാൻ പോകുന്നത്. പക്ഷേ അതിന് മുമ്പ് നമ്മൾ ഇതൊരു മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്. അതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെയുള്ള ഒരു എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യാമെന്ന് ലിസൺ കെയർഫുള്ളി. ഈ പുറത്തുള്ള നമ്പർ, ബ്രാക്കറ്റിന് പുറത്തുള്ള നമ്പർ എന്ത് ചെയ്യണം? ആദ്യം ഈ 25 കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ദെൻ 10 യു ഹാവ് ടു മൾട്ടിപ്ലൈ വിത്ത് 8x. സോ ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സോ വി ഗെറ്റ് 250 അല്ലേ. 10 ഇൻറ്റു 25 250 മൈനസ് 10 ഇൻറ്റു 8 എത്രയാണ്? 80x നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ. മനസ്സിലാവാത്തൊരു ജസ്റ്റ് ഒന്ന് പ്ലേ ബാക്ക് ചെയ്താൽ മതി. Then you can watch it again. So that's it. We can multiply and see that. Now the ഓരോ denomination ആണ്. ഇപ്പോൾ 50 rupeesൻ്റെ ടോട്ടൽ, this one 20 rupeesൻ്റെ ടോട്ടൽ, ഇത് വന്നിട്ട് 10 rupeesൻ്റെ ടോട്ടൽ. ഇതെല്ലാം ചേർത്ത് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ 590 എന്നാണ് പറയുന്നത്. എല്ലാം ഈ ഡിനോമിനേഷൻ എല്ലാം ആഡ് ചെയ്താൽ നമുക്ക് 590 എന്ന് കിട്ടും. സോ ഏതൊക്കെ ആഡ് ചെയ്ത 590 കിട്ടുന്നത്? 150x പ്ലസ് 100x പ്ലസ് 250 മൈനസ് 80x, ഇതെല്ലാം ആഡ് ചെയ്ത rupees 590 ഈക്വൽ എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. സോ ഇത് രണ്ട് ആഡ് ചെയ്ത 150 100 ആഡ് ചെയ്ത 250x പ്ലസ്, ഇനി പോസിറ്റീവ് ഇങ്ങോട്ട് സൈന് ഉള്ളോട്ട് നമ്മൾ ഈ ബ്രാക്കറ്റ് റിമൂവ് ചെയ്ത് എഴുതിയാൽ നമുക്കിങ്ങനെ കിട്ടും 250, നമുക്കിവിടെ മൈനസ് 80x ഈക്വൽ ടു 590. ഇത് നമ്മൾ ചെയ്യേണ്ടത് 250x ഇവിടെ 180x. നമ്മൾ ആൽജിബ്ര എക്സ്പ്രഷൻ സബ്ട്രാക്ഷനൊക്കെ നമ്മൾ 7th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. സോ നമ്മൾ ആ രീതിക്ക് ചെയ്യാമോ? ജസ്റ്റ് 80 നമ്മൾ ഇവിടെ സബ്ട്രാക്ട് ചെയ്യാം. സോ 80 ഇവിടെ സബ്ട്രാക്ട് ചെയ്താൽ എത്രയാണ് കിട്ടും? ഓക്കെ, 170 170x പ്ലസ് 250 ഈക്വൽ ടു 590 എന്ന് കിട്ടും. സോ 250 അങ്ങോട്ട് കൊണ്ടുപോവാം. 170x is equal to 590 minus 250. So 170x is equal to, then subtract here. You subtract is okay. So how much you get? When you subtract, what we get? 590 minus 250. So when you subtract, what we get? 340, isn't it?
So we can write 340. So x is equal to 3 divided by 170. X value is equal to, when you divide, 17 times 2 is 34. So it goes 0 0, we can cancel. So what is remaining? 17. We can divide 34 by 17. So we get answer as 2. So x value we got as 2. So now if you substitute here, then we'll get each denomination നമുക്ക് കിട്ടും. So 50 rupees note എത്ര ഉണ്ടാവും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 3 into x ൻ്റെ വാല്യൂ എത്രയാണ്? 2. That is equal to 3 into 2 എത്രയാണ്? 6. 5 into 2, this is equal to 10. Then 10 rupees note, 25 minus 8 into 2. So that is equal to 25, 8 into 2, 16. 25 into 16 minus 9. That is equal to, we got 9. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ആൻസർ കറക്റ്റായിട്ട് കിട്ടുമെന്ന്. സോ 6 into 50 അല്ലേ? 6 into 50 ആയാൽ എത്രയായി? 300 rupees-ആയി. ഇനി then 10 notes, 10 into 20 അത് തന്നെ 200 rupees-ആയി. ഇനി then 10 rupee note, 10 rupee note how much? 9 into 10 rupee note, that is equal to 900. എല്ലാം ആഡ് ചെയ്താൽ 590 നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഫൈനലായിട്ട് നമ്മൾ കണ്ടുപിടിച്ചത് എത്രയാണ്? 50 rupees നോട്ട് 6 ഉണ്ടാവും, 20 rupees നോട്ട് 10 ഉണ്ടാവും, 10 rupees നോട്ടിന് 9 ഉണ്ടാവും. സോ അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ 590 കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. So finally we can write the answer. Number of 50 rupees note is 6, number of 20 rupees note is 10, number of 10 rupees note is 9. Like that we can write in a sentence. You should write it. You can refer the textbook also, page number I have written, and the page number also we can see that. So thank you for watching. See you in the next class.